സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. താൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി എന്ന വാർത്ത കേട്ടപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചോദിച്ച ചോദ്യം എന്തായാലും ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. ദുർഗാപൂരിലെ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഈയിടെ ബംഗാളിൽ ബലാത്സംഗത്തിന് വിധേയയായത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു നിയമ വിദ്യാർത്ഥിനി ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടത്. അതിനു മുൻപാണ് അവിടെ തന്നെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് കൊന്നത്. തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും തെളിവുകൾ അവർക്കെതിരാണെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന. എന്തിനാണ് പെൺകുട്ടി രാത്രിയിൽ പുറത്തിറങ്ങി നടന്നത് എന്ന തരത്തിലായിരുന്നു മമതയുടെ ചോദ്യം. സത്യത്തിൽ മമതയുടേത് മാത്രമല്ല ഈ ചോദ്യം. രാത്രികളിൽ സ്ത്രീയുടെ സഞ്ചാരത്തിൽ പുരോഗതി നടിക്കുന്ന പലരും ഒരേ നിലപാടുകാരാണ്. രാജ്യത്തെ പല കേന്ദ്ര സർവകലാശാലകളുടെ ഹോസ്റ്റലുകളിൽ വരെ ഇതാണ് അവസ്ഥ. ചിലയിടങ്ങളിൽ രാത്രി എന്നാൽ വൈകുന്നേരം 4 മണിക്കേ തുടങ്ങും. രാത്രി എന്നാൽ പീഡകർക്കും കൊലപാതകികൾക്കുമുള്ളതാണെന്നാണ് ഭരണാധികാരികൾ തന്നെ നൽകുന്ന സൂചന എന്നതാണ് സങ്കടകരം. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകളിൽ ഇരകൾക്കെതിരായ സമീപനമാണ് പരക്കെ സ്വീകരിച്ചു വരുന്നത് എന്നും ആരോപണമുണ്ട്. എഴുത്തുകാരിയായ ഡോക്ടർ സംഭാസൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട മുഖ്യമന്ത്രിയാണ് രാത്രിയിൽ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് സുരക്ഷിതമായ കാര്യമല്ല എന്ന തരത്തിൽ സംസാരിച്ചിരിക്കുന്നത്. രാജ്യം എങ്ങനെ പുരോഗമിച്ചിട്ടും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചിട്ട് ഏറെ പരിപാടികൾ നടത്തിയിട്ടും അതിനായി കോടികൾ മുടക്കിയിട്ടും ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് തന്നെ ഇത്തരത്തിൽ സംശയിക്കേണ്ടി വരുന്നത് എന്തായാലും ആശ്വാസകരമായ സംഗതിയല്ല. രാത്രിയിൽ ഇത്തരത്തിൽ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം വരുമ്പോൾ രാവിലെകളിൽ സ്ത്രീകൾ വളരെ സുരക്ഷിതമായാണോ ജീവിക്കുന്നത് എന്ന മറുചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പലപ്പോഴും പകലും ഇവർക്ക് അപകടകരമായ സാഹചര്യമാണ് ഉള്ളതെന്നാണ് സത്യം. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പക്ഷം ഇത്തരം ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് കൃത്യമായി മനസ്സിലാവും. 2023 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തനിക്ക് അറിയാവുന്ന ആളുകളാണ് പലപ്പോഴും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനാവും. 97.5% ബലാത്സംഗ കേസുകളിലും തനിക്ക് അറിയാവുന്ന ആളുകളാണ് പ്രതികൾ. ഇതൊരു 2023 മാത്രം കണക്കല്ല. ഏകദേശം കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ എടുത്താലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ പിന്നെ പകലുകൊണ്ടും രാത്രി കൊണ്ടും എന്തു പ്രയോജനം? കൂടെയുള്ളവർ തന്നെയാണ് പലപ്പോഴും സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് എന്നർത്ഥം. ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ കണക്ക് പ്രകാരം പരിചയമില്ലാത്ത ആളുകളാൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്ന കണക്കെടുത്താൽ അത് വെറും 0.4% വരും. അല്ലെങ്കിലും ഇന്ത്യയിലെ സ്ത്രീകൾ ബലാത്സംഗത്തിനും മറ്റു തരത്തിലുമുള്ള പീഡനങ്ങൾക്കും വിധേയമാവുന്നത് ഒരിക്കലും രാത്രികളിൽ ഇറങ്ങി നടന്നിട്ടല്ലെന്ന് ഏത് കണക്കെടുത്ത് നോക്കിയാലും മനസ്സിലാവും. വാർത്തകളിലൂടെ സഞ്ചരിച്ചാലും അത് വ്യക്തം. എത്ര സ്ത്രീകൾക്ക് രാത്രി പോയിട്ട് പകല് തന്നെ വീടിന് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ അനുമതിയുണ്ടെന്ന കാര്യത്തിലും സംശയമാണ്. കുടുംബാരോഗ്യ സർവേ പ്രകാരം ചികിത്സാവശ്യാർത്ഥം പോലും പുറത്തു പോകാൻ സമ്മതമില്ലാത്തവരാണത്ര ഇന്ത്യയിലെ 14% സ്ത്രീകൾ. അങ്ങനെ പോകുന്ന പക്ഷം അവരെ മർദ്ദിക്കാമെന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ 15% പുരുഷന്മാർ. അത് ശരിവെക്കുന്ന സ്ത്രീകളുടെ എണ്ണമാവട്ടെ 20%-അടുത്ത് വരും. വീടിന് പുറം സ്ത്രീകൾക്ക് അപകടമാണെന്ന ചിന്തയാണ് ഇതിനു പിന്നിൽ. പക്ഷേ കണക്കുകളുടെ പിൻബലത്തിൽ ഇക്കാര്യത്തിൽ വേറെ നിലപാടാണ് സ്ത്രീപക്ഷ ചിന്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തെങ്കിലും കാരണം കണ്ടെത്തി സ്ത്രീകളെ മർദ്ദിക്കുന്നത് ന്യായീകരിക്കുന്നവരാണ് ഇന്ത്യയിൽ 45% വരുന്ന പുരുഷന്മാർ. അതായത് ഏകദേശം പകുതിയോളം പുരുഷന്മാർ. അതിശയകരമായ വേറൊരു സംഗതിയുമുണ്ട് ഈ കണക്കുകളിൽ. 2023 ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിലെ വേറൊരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത നഗരം കൽക്കട്ടയാണ്. കഴിഞ്ഞ 4 വർഷമായി കൽക്കട്ട തന്നെയാണ് ഈ സ്ഥാനത്തുള്ളത്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കുറവ് വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. 2021 1783, 2022 1890 എന്നിങ്ങനെയായിരുന്നത് 2023 1746 മാറി. ഇവയെല്ലാം പക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ കാര്യമാണ്. പല കാരണങ്ങളാലും സ്ത്രീകൾ കേസ് കൊടുക്കാൻ മടിക്കാറുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്തായാലും ഒഡീഷയിൽ നിന്ന് മെഡിക്കൽ പഠനത്തിനായി ബംഗാളിലെത്തിയ വിദ്യാർത്ഥിനിയും കുടുംബവും പഠനം നിർത്തി ഒഡീഷയിലേക്ക് തിരിച്ചു പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോളേജുകളിലെ പെൺകുട്ടികൾ സുരക്ഷയെക്കുറിച്ച് മാത്രം സംസാരിക്കേണ്ടി വരുന്നു. തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അപമാനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അനവധി ചോദ്യങ്ങളെയും ഉപദേശങ്ങളെയുമാണ് അവർ നേരിടേണ്ടി വരുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ സ്ത്രീകൾക്ക് രാത്രി പകൽ എന്നോ വീടിനകം പുറം എന്നോ വ്യത്യാസമില്ല. അവരുടെ സുരക്ഷിതത്വത്തിലേക്ക് നാം ഇനി ഏറെ സഞ്ചരിക്കാനുണ്ടെന്നാണ് കണക്കുകളും പഠനങ്ങളും നൽകുന്ന സൂചന. മാറേണ്ടത് സ്ത്രീയുടെ സഞ്ചാരപഥങ്ങളോ സമയമോ അല്ല, അവരെ തേടിയെത്തുന്ന കഴുകൻ കണ്ണുകളാണ്.
ഹിന്ദുക്കളെ കൂട്ടത്തോടെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നതിന് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ റദ്ദാക്കി സുപ്രീം കോടതി. ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. 2021 ഉത്തർപ്രദേശ് നിയമവിരുദ്ധ മതം മാറ്റ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തവയായിരുന്നു ഈ 5 കേസുകൾ. പ്രതികളിൽ പ്രധാനികൾ ഉത്തർപ്രദേശിലെ സാംഹിഗിംഗ് ബോർഡ് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലർ രാജേന്ദ്ര ബിഹാരി ലാൽ അടക്കമുള്ളവർ. നിരപരാധികളായ ആളുകളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ആയുധമാവരുത് ക്രിമിനൽ നിയമം. തെറ്റായ കാര്യങ്ങൾ അടിസ്ഥാനമാക്കി പ്രോസിക്യൂഷന് തോന്നുന്ന തരത്തിൽ തുടങ്ങാനുള്ളതല്ല ക്രിമിനൽ നടപടികൾ. എഫ്ഐആർ തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞു. മതപരിവർത്തനത്തിന് വിധേയരായ ഒരാൾ പോലും പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നില്ലെന്നും കോടതി കണ്ടെത്തി. മതപരിവർത്തന വിഷയങ്ങളിൽ ആർക്കും പരാതി കൊടുക്കാമെന്ന് 2024 നിയമ ഭേദഗതി കൊണ്ടുവന്നിരുന്നുവെങ്കിലും ഈ സംഭവം അതിനു മുൻപ് നടന്നതാണെന്നും അന്ന് ബന്ധുക്കൾക്ക് മാത്രമേ പരാതി നൽകാൻ വകുപ്പുണ്ടായിരുന്നുള്ളൂ എന്നും കോടതി പറഞ്ഞു. ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ ഒരുപാട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ജസ്റ്റിസ് അതുൽ ശ്രീധരന്റെ സ്ഥലം മാറ്റം നീതിപീഠത്തിന്റെ സ്വാതന്ത്ര്യവും മഹത്വവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ സ്ഥലം മാറ്റത്തിനെതിരെ വ്യാപകമായ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ മന്ത്രി വിജയ് ഷാ പ്രസ്താവന നടത്തിയപ്പോഴും ദാമോയിൽ ഒരു കുശ്വാഹ യുവാവിനെ കൊണ്ട് ബ്രാഹ്മണന്റെ കാല് കഴിപ്പിച്ച് ആ വെള്ളം കുടിപ്പിച്ചപ്പോഴും സ്വമേധയാ കേസെടുത്ത ആളായിരുന്നു ജസ്റ്റിസ് അതുൽ ശ്രീധരൻ. ഛത്തീസ്ഗഡ് കോടതിയിലേക്ക് സ്ഥലം മാറ്റാനായിരുന്നു സുപ്രീം കോടതി കൊളീജിയം തീരുമാനിച്ചിരുന്നത് എങ്കിലും സർക്കാരിന്റെ അപേക്ഷ പ്രകാരം അത് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് ആക്കുകയായിരുന്നത്രേ. ഛത്തീസ്ഗഡിൽ നിയമിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സീനിയോറിറ്റിയിൽ 2ാമതാകുമായിരുന്നു. അലഹാബാദിലെത്തിയതോടെ അത് 7ആയി. ജാതിവേർക്കെതിരെ ശക്തമായ താക്കീത് നൽകിയ വിധിയിൽ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കാനായിരുന്നു കോടതി വിധി. നിരന്തരമായ ട്രാൻസ്ഫറുകളും സർക്കാരിൻ്റെ ഇടപെടലും കോടതികളുടെ നിഷ്പക്ഷതയെ എത്ര കണ്ട് ബാധിക്കും എന്നതാണ് നിയമലോകവും സമൂഹവും ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൊണ്ട് കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.